എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ എൻ്റെ ഫേസ് കാണിച്ച് തന്നെ പറയാമെന്ന് വെച്ചു. കാരണം കുറേ അത് എനിക്ക് ഫോട്ടോസ് ഇട്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി. അപ്പോൾ ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവർ പരസ്യം കൊടുത്തു. പക്ഷെ ചെന്നപ്പോഴാണ് റിസപ്ഷനിസ്റ്റിനെ അറിഞ്ഞത്. ഭാഗ്യത്തിന് ഞാൻ അമ്മയുടെ ഒരു സാരി, എൻ്റെ ഒരു റെഗുലർ കറുത്ത ബ്ലൗസും ഉണ്ട്, അത് എടുത്തുകൊണ്ടാണ് പോയി. അപ്പം അവർ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഓഫീസ് സ്റ്റാഫാണോ റിസപ്ഷനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി രണ്ടിൻ്റെ ഉണ്ട്, പക്ഷേ അവരെനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ അതിന് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പിള്ളേരെ കണ്ട നല്ല ഭംഗിയാണ്, നല്ല കളറുള്ള നല്ല സുന്ദരി പിള്ളേരും, എല്ലാ എഡ്യൂക്കേഷനും എന്നെക്കാട്ടും കുറച്ച് ഹൈ എഡ്യൂക്കേഷനുള്ള പിള്ളേരൊക്കെ. അപ്പോൾ എനിക്ക് മസ്റ്റായിട്ട് ഉറപ്പായി എനിക്ക് കിട്ടത്തില്ല. പിന്നെ അവിടെ വരെ ചെന്നല്ലേ, വണ്ടിക്കൂലി മുടക്കി ചെന്നല്ലേ എന്ന് വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കേട്ടോ. അപ്പം ചെന്നപ്പോഴേ സാർ പറഞ്ഞു, വീണ ഇത് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ്, ഞങ്ങളൊരു കൺസൾട്ടൻസിയാണ്. അത്യാവശ്യം ഫസ്റ്റ് ഓഫീസ് എൻട്രി ചെയ്യുമ്പോഴേ നമ്മളെ റിസപ്ഷനിലാണോ വന്ന് തിരക്കുന്നത്. അപ്പോൾ ഞാൻ സാർ ഞാൻ വന്നതും കൊണ്ട് അറ്റൻഡ് ചെയ്തതാണ്, എനിക്ക് അറിയത്തില്ലായിരുന്നു. കുഴപ്പമില്ല, വേണം എൻ്റെ ബയോഡേറ്റയൊക്കെ എടുത്ത് നോക്കി എന്നെ സംസാരിച്ചു. അപ്പം മേഡവും സാറും ഉണ്ടായിരുന്നു. സാറും മേഡമൊക്കെ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ വീണ ഞങ്ങൾ വിളിച്ചോളാം. അപ്പോൾ എന്നോട് ചോദിച്ചു, വീണ എന്താ ഇത്രയും എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് എന്താ ഇങ്ങനൊരു ജോലി? ഞാൻ സാർ എനിക്ക് ഇപ്പോൾ ജോലി അത്യാവശ്യമാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഇപ്പം എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്നതായിട്ടുള്ള ആവശ്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും, പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരാളെ ആശ്രയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, വീണ വിളിക്കാം എന്ന്. അപ്പം ഞാൻ അമ്മയുടെ നല്ല സാരിയൊക്കെ കൊടുത്ത് പോയത്. അപ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ല, കാരണം അത് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി, ഞാൻ ബ്ലാക്ക്, എന്നൊക്കെ എന്തോ എടുക്കാനോ, ഞാൻ പോയെന്നുകൊണ്ട് അറ്റൻഡ് ചെയ്ത അമ്മയെന്ന് പറഞ്ഞു. ഞാനത് വിട്ട കാര്യം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. സാധാരണ ടച്ച് ഫോണല്ല, സാധാ ഫോൺ അപ്പം 0468 ആണ് ഞങ്ങളുടെ പത്തനംതിട്ടയിലെ കോഡ്. ലാൻഡ് ഫോണിൽ നിന്നൊരു കോൾ. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഞാൻ കൺസൾട്ടൻസി എന്ന് വിളിക്കുക, വീണ റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിക്ക് വീണ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, അത് MBAയുടെ അഡ്മിഷൻ സെൻറ്റർ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ സാർ എന്നെ തന്നെയാണോ, എൻ്റെ ഒരു വീണ ഇലന്തൂർ അല്ല വീണ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു. കാരണം ഞാനെങ്ങനെ ഇരിക്കുന്നു, ഓഫീസ് ഭയങ്കര രസമാണ്. അപ്പം ഞാനതിൻ്റെ കളറിനെയാണ് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. AC റൂമിൽ ചെയറിൽ ഒക്കെ ഞാൻ ഫസ്റ്റ് ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു 3-4 മാസം ആ ജോലിക്ക് പോയി. പക്ഷേ ആ സാറോ മേഡോ എന്നോട് എന്താ വീണ ഇങ്ങനത്തെ കളർ ബ്ലാക്ക്, അപ്പോൾ ഓഫീസിൽ എല്ലാവരും വന്നിച്ചു വീണ എന്താ. അപ്പം മാഡത്തിനോട് പലരും ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു പെണ്ണിനെ എടുത്തെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു ബ്ലാക്കാണ്. എനിക്ക് ഭയങ്കര വീണ. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന എല്ലാവരും പറയും വീണ കൊള്ളാം കേട്ടോ, ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലളാ സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നൊരു കൊല്ലം പ്ലളാ സംസാരിക്കും. എനിക്കൊന്ന് കുറച്ചും കൂടി ഇപ്പോഴാണ് തോന്നുന്നത് ഞാൻ കുറച്ചുകൂടി ബോൾഡായത്. അന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒതുങ്ങി ജീവിച്ച ഒരാൾക്കാരാണ്. അപ്പോൾ കുറച്ചും കൂടി ബോൾഡായത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ആ ജോലിക്കൊക്കെ പോയി ഒരു 3-4 മാസം. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത് കൊണ്ട് 3rd ഫ്ലോറിലായിരുന്നു ഓഫീസ്. അപ്പോൾ ഞാനത് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പഠിച്ച കോഴ്സ് ഒന്നും കൂടെ അഡ്മിഷൻ എടുത്തിട്ട് ഞാനത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്ന സമയത്താണ് പിന്നെയും കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അതും ഇതൊക്കെ വന്നപ്പോഴത്തേന് എനിക്കത് എൻ്റെ പ്രൊഫഷണൽ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴും ഞാനവിടെ തോറ്റു കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്തു TTC കമ്പ്യൂട്ടർ TTC പഠിക്കാം. കാരണം എന്തായാലും എനിക്ക് വീട്ടിൽ എനിക്ക് പഠിക്കണം. എന്തായാലും നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ജോലി വേണം. ഞാൻ TTC എടുത്ത് പഠിച്ചു. കമ്പ്യൂട്ടർ 2 ഇയർ കോഴ്സ് എടുത്ത് പഠിച്ചു. ആ സമയത്ത് കോഴ്സ് എടുത്ത് പഠിക്കുമെന്നൊക്കെ വെച്ചാൽ നിങ്ങളൊന്നും പൈസ കൊടുത്തതന്നല്ല കേട്ടോ, ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ കോഴ്സ് എടുത്ത് പഠിച്ച് കമ്പ്യൂട്ടർ TTC ഒക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ DCM കൂടെ ചെയ്തു. കാരണം എക്സ്ട്രാ ഒരു DCM കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എൻ്റെ ഓഫീസിലൊക്കെ എന്തായാലും കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ അതും കൂടെ പഠിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, മോൻ്റെ സ്കൂളിൽ എനിക്ക് ടീച്ചറായിട്ട് വിളിച്ചപ്പം പക്ഷേ എനിക്ക് താല്പര്യമില്ല. കാരണം മോൻ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചർ അവൻ്റെ പ്രൈവസി എന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നി ഒരു ജോലി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ
ഒരു ഷോറൂമിൽ ഒരു എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. അന്ന് അവിടെ ഇത് കൂടെ ഓഫീസ് സ്റ്റാഫിനെയും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ അങ്ങനെ കുറേ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മളും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനത്. അപ്പോൾ എനിക്ക് വീട് പണിയൊക്കെ നടക്കുക. അപ്പം ഞങ്ങളുടെ വീട് പണിയൊക്കെ നടക്കും. അപ്പം ഞാനും കൂടെ ജോലിക്ക് വന്നിട്ട് ഞാൻ ഒരു ഷോറൂമിൽ ഇൻ്റർവ്യൂവിന് ചെന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോഴത്തേന് അവരെന്നെ ഇത് കൂട്ട് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു, സാലറിയൊക്കെ പറഞ്ഞു, ഓഫീസ് ടൈമൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, 2-3 ഫ്രണ്ട്സുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സ് എല്ലാം കൂടെ പോകുന്നത്. അപ്പം ഈ പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യം കേട്ടോ, എന്നെക്കാട്ട് ഇളയ പിള്ളേരാണ്. അപ്പോൾ എനിക്ക് ആ ജോലി സെറ്റായി. അപ്പം ഞാൻ ഇവരെ കൂടെ വിളിച്ചു, ഇടി വാ, നല്ല ജോലിയാണ്, നല്ല സാലറിയാണ്, സാറും മാഡം ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് ഞാൻ ആ ജോലിക്ക് പോയി. പക്ഷേ ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം ഞാൻ ചെന്നു, എൻ്റെ ബിഹേവിങ്, എൻ്റെ ജോലിയുടെ ഡെഡിക്കേഷനൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം സാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുവേന, വീണ ഓഫീസിൽ സ്പെയറിന് അവിടെ ഇരിക്കണ്ട, വീണ താഴെ റിസപ്ഷനിൽ വരാമോ, സെയിൽസിനോട് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് വണ്ടിയെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല, വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല, 2 വീലറിൻ്റെ ഷോറൂം എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ സെയിൽസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വീണയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സെയിൽസ് കൂടെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സെയിൽസ് കം റിസപ്ഷനിസ്റ്റായിട്ട് എന്നെ 2ാം ദിവസം എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം, എന്ത് സാർ എന്താ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെന്ന് ഓർത്തു. അപ്പം സാറും മേഡം കൂടെ. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ റിസപ്ഷനിൽ ഇരിക്കാൻ എനിക്ക് മടിയാണ്. കാരണം വരുമ്പോഴേ നമ്മളെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ആവുമോ, ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലാക്ക് എന്ന് പറഞ്ഞതിന് ഇത് ഒരാളോടാണ് പറഞ്ഞത് കേട്ടോ, ബ്ലാക്ക് എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ 2ാമത്തെ ദിവസം ഫ്രണ്ട് ഓഫീസിലിരിക്കാൻ തുടങ്ങി, സെയിൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ എനിക്കും കുറേ കസ്റ്റമേഴ്സിനെ കിട്ടാൻ തുടങ്ങി. എനിക്ക് അറിയത്തില്ലെങ്കിലും നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് 24-25 അത്ര ഏജേ ഉള്ളൂ. അപ്പം ഞാൻ റിസപ്ഷനിലൊക്കെ ഇരുന്ന് എനിക്കായിട്ടൊരു ലാപ്ടോപ്പ്, ഒരു ക്യാബിൻ, അങ്ങനെയായി. പിന്നെ അവിടെയും മസ്റ്റ് സാരിയാണ്. അപ്പോൾ നമുക്ക് സാരി മസ്റ്റാണ്, സാരിയാണ് എനിക്ക് കോൺഫിഡൻസ് തരുന്നത്. ഞാൻ സാരിയിൽ ഭയങ്കര കോൺഫിഡൻസാണ് എനിക്ക്. അപ്പോൾ സാരിയെ കൊടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു 6-7 മാസമൊക്കെ ആയപ്പം എനിക്ക് കുറേ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ഇവരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. കുറേ ഫ്രണ്ട്സൊക്കെ ആയി, കുറേ അനിയന്മാരെ കിട്ടി, കുറേ അനിയത്തിമാരെ കിട്ടി, കുറേ ചേച്ചിമാരെ കിട്ടി. കാരണം നമ്മൾ പ്രവർത്തിക്കാത്തൊരു മേഖല, വണ്ടി ഫീൽഡ്, അങ്ങനെ കുറേ സെയിൽസൊക്കെ നടന്നു. അങ്ങനെയൊക്കെ കുറേ നാളൊക്കെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ താഴത്തെ ഫ്രണ്ട് ഓഫീസിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ മുകളിലുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്, ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളതിന് കൊണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേരാണ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേർ. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ വർക്ക്. അപ്പോൾ ഞാൻ പറയടി, എനിക്ക് ബ്ലാക്ക് കണ്ടൊരു മടിയുണ്ട്, പോയി ചേച്ചി, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഭയങ്കര സുന്ദരിയാണെന്നും ഭയങ്കര ഇതാണെന്നും ഒന്നുമല്ല പറയുന്നത്, നമ്മളെയും കൊണ്ടും പറ്റും എന്നാണ് പറയുന്നത്. കാരണം ബ്ലാക്കാണ്, മറ്റേതാണ്, മറിച്ചത് മാറി നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത്. കാരണം നിങ്ങളിപ്പോൾ ചോദിക്കും ഭയങ്കര ബിഹേവിങ് ആണെന്ന് ചോദിക്കും. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത്. ഒരിക്കലും ഒരാൾ ജനിക്കുമ്പോഴേ കുറ്റവാളിയായിട്ടും കൊലപാതകയായിട്ടും ഒന്നുമല്ല. നമ്മുടെ ജീവിത സാഹചര്യവും നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രതിസന്ധികളുമാണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയുമ്പോൾ എനിക്ക് സങ്കടം കൂടെ വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ, ഞാൻ ഈ കുറേ കോഴ്സൊക്കെ പഠിച്ചതല്ലേ, ഡിസ്ട്രിക്റ്റിൻ്റെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ RSBY കേട്ടിട്ടുണ്ടായിരിക്കും, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഓഫീസിലേക്ക് എനിക്ക് ഒരു വേക്കൻസി കിട്ടി. കളക്ട്രേറ്റിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എനിക്കൊരു 6 മന്ത് നമുക്കൊരു വേക്കൻസി കിട്ടി. അങ്ങനെ ആ ഒരു ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത്. കാരണം നമ്മുടെ ജില്ലയിലൊക്കെ, അതായത് ഞാൻ ഓൾമോസ്റ്റ് പത്തനംതിട്ട ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഞാൻ ഈ ജോലിക്കുമായിട്ട് പോയിട്ടുണ്ട്. ഡേറ്റ എൻട്രി, RSBYയുടെ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ, യൂട്യൂബ് കാണുന്നവർ സാധാരണപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഞാനിങ്ങനെ പറയാം. ഞാൻ RSBYയുടെ ഓഫീസിലൊക്കെ, അപ്പം ഫ്രണ്ട് ഓഫീസിലൊക്കെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് മിക്ക പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോഴും ഈ പറഞ്ഞ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല സുന്ദരി പെമ്പിളാണ്. ഞാനും ബ്ലാക്ക് ആണെന്നുള്ളത് എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ബ്ലാക്കാണ്. പക്ഷെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പം ഞാൻ ഇട്ടുണ്ട് യെല്ലോ,
ബ്ലാക്ക്, റെഡ് ഒക്കെ എല്ലാ ദിവസവും കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോകത്തുള്ളൂ. കാരണം പോകത്തുള്ളൂ എന്ന് വെച്ചാൽ റെഡിമെയ്ഡൊന്നും അല്ല കേട്ടോ, എൻ്റെ അമ്മ നല്ലപോലെ തയ്ക്കും. അപ്പോൾ അമ്മയുടെ സാരിയൊക്കെ മുറിച്ച് അമ്മ സൂപ്പറായിട്ട് ചുരിദാറൊക്കെ ഇട്ട് തരും. അപ്പോൾ അപ്പോഴൊക്കെ സാരി 2 സൈഡിലും ഷോളൊക്കെ പിൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലാക്കാണ്, ഞാൻ ഭയങ്കര ബ്ലാക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരിടത്തുനിന്നും മാറ്റി നിർത്തിയിട്ടില്ല. ജോലിക്കാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാം. കാരണം എൻ്റെ അമ്മ നല്ല കളറാണ്, അമ്മയുടെ വീട്ടുകാരൊക്കെ നല്ല നല്ല കളറാണ്, അമ്മയുടെ അമ്മാവന്മാരൊക്കെ ഭയങ്കര കളറാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ ഞങ്ങളെ കൊണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ മാമന്മാർ പറയുവേ, കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും, പറയും അമ്മയെ പേര് വിളിച്ചിട്ട് എടി നിൻ്റെ അപ്പുറം എന്തോ നിഴലാണോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ അവർക്ക് നിഴൽ ഞാനും എൻ്റെ ആങ്ങളെയാണ്, ഞങ്ങൾ തന്നെ കറുപ്പാണ്. അച്ഛൻ ബ്ലാക്കാണ്, ഞങ്ങൾ തന്നെ ബ്ലാക്ക്, പക്ഷെ അമ്മ നല്ല കളറാണ്. അതുപോലെ എൻ്റെ മൂത്ത മോന് നല്ല കളറാണ്. എൻ്റെ മൂത്ത മോൻ പറയും വീണാമ്മേ എന്തോ ബ്ലാക്കായിപ്പോയേ ചോദിക്കും. അപ്പം ഞാൻ പറയും വലിച്ചമ്മേ ബ്ലാക്കായിട്ട് അമ്മ ബ്ലാക്കായിപ്പോയെന്ന് പറയും. പക്ഷേ എനിക്ക് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഈ പറഞ്ഞ കമൻ്റ് ഇടുന്നവരോ ഇവരൊന്നും അല്ല. എൻ്റെ ചേട്ടൻ എന്നോട് എപ്പോഴും വീണാമ്മ നിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ബ്ലാക്ക് ഒരു പെണ്ണിനെ കെട്ടാൻ ആഗ്രഹം എന്നൊക്കെ എന്നോട് പണ്ടെന്ന് വെച്ചാൽ എപ്പോഴും പറയും, എന്നെ ഭയങ്കര കാര്യമാണ്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ബ്ലാക്കാണെന്നും പറഞ്ഞ് നമ്മൾ ഒരിടത്തും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നേരെ വരുന്നതിനൊന്നും നമ്മൾ ഒളിഞ്ഞു നിന്ന് നിൽക്കേണ്ട ആവശ്യം, നമ്മൾ നേർക്ക് നേർന്ന് ഫൈറ്റ് ചെയ്യുക. എൻ്റെയൊക്കെ ലൈഫ് അങ്ങനെ ഞാൻ ചെയ്യാത്ത ജോലികൾ, അതായത് മാന്യമായിട്ടുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലാക്കാണ്, ഞാൻ കറുപ്പാണ് എന്ന് പറഞ്ഞ് എന്നെ ഒരിടത്തും ഞാൻ മാറ്റി നിർത്താനുള്ള ഒരു ഇട ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ അക്ഷയ ജോലി ചെയ്തപ്പോഴും ഫ്രണ്ട് ഓഫീസ് നിന്നപ്പോഴും ഞാൻ ബ്ലാക്കാകുമ്പോൾ ഞാൻ മാറുന്നത്. പക്ഷേ ബ്ലാക്കാകുമ്പോൾ നമ്മളെ കളിയാക്കുന്നവരുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെന്താണോ നമ്മളങ്ങനെ മുന്നോട്ട് പോവുക. ബ്ലാക്കാണേലും വൈറ്റാണേലും നമ്മളായിട്ട് ജീവിക്കുക. ഞാൻ പറയില്ലേ, നമ്മളെയും കൊണ്ട് പറ്റും ഇപ്പം തന്നെ ഞാൻ ചേട്ടായിയുടെ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ ചേട്ടായും ബ്ലാക്കാണല്ലോ, നല്ല ബ്ലാക്കാണ്, ഞാനും ബ്ലാക്കാണ് അന്നും പറഞ്ഞ് ഭയങ്കര ഞാൻ അന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇടും, ഇപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് ഇടും. അന്ന് ലിപ് ബാമാണ് തേക്കുന്നത്. അത് മറ്റേ ഞാൻ തേക്കുമ്പോൾ കളർ വരുന്നൊരു മോഡൽ ലിപ് ബാം ഉണ്ട് പണ്ടൊക്കെ, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക്ക് എന്താ മാറ്റ് ഫിനിഷോ അങ്ങനെ ചേട്ടായിയോടെ വന്നേ പിന്നെ എനിക്കിതൊക്കെ അറിയാവുന്ന. അത് എൻ്റെ ഒരു ചേട്ടായുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ബ്യൂട്ടി പാർലർ ചേച്ചി. ആ ചേച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടാണ് ഇതൊക്കെ ഞാൻ ഷെയ്ഡൊക്കെ മേടിക്കുന്നത്. അപ്പം നമ്മളായിട്ട് നിൽക്കുക. എനിക്കിപ്പം ഈ പറഞ്ഞ ചേട്ടായുടെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി, തിരുവനന്തപുരത്തുള്ളൊരു ചേച്ചിയുണ്ട്, ഇത്തായുണ്ട്. ഇത്താനോട് പറയും വീണാമ്മ നീ എന്താ ഈ ഫീൽഡ് വരാത്തെ? ഞാൻ പഠിച്ചതും ഞാൻ ജോലി ചെയ്തതൊക്കെ വേറെ ഫീൽഡാണ്. എനിക്ക് അഭിനയിക്കാനോ എനിക്കിങ്ങനെ വീഡിയോയിൽ അതായത് ഈ പറഞ്ഞ ഈ ഫീൽഡിനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ സഡൻലി കരയാനും സഡൻലി ചിരിക്കാനും ഇങ്ങനെ ഒരു കളത്തിനെ മറച്ച് വെച്ചിട്ട് അഭിനയിക്കാമെന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, അല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ ചേട്ടാ ഇപ്പം വീണാമ്മയുടെ പ്ലസ് പോയിൻറ്റ്, വീണാമ്മ എല്ലാവരോടും സംസാരിക്കും, വീണ്ടും ബ്ലാക്ക്. ഞാൻ പറയും എന്തിനാ ചേട്ടാ നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ കറുപ്പാണെന്ന് പറഞ്ഞ് എനിക്ക് പാത്തിരുന്ന് സംസാരിക്കാമെന്നും എനിക്കറിയത്തില്ല. ഞാൻ എല്ലാവരോടും സംസാരിക്കും, മിണ്ടുകയും ചെയ്യും. അതുപോലായിരുന്നു എന്തുവാ എപ്പോഴും വീണ ചേച്ചി എന്നെ കളിയാക്കും, വീണാമ്മ നീ സത്യം പറഞ്ഞാൽ ചേച്ചിയും ഉണ്ട് കേട്ടോ, ഒരു കണക്ക് സത്യം പറഞ്ഞ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ടാണ്. ചേച്ചി എന്നോട് പറയും വീണ് സ്ലീവ്ലെസ് ഒക്കെ ഇടണം. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇടുമായിരുന്നു, ഇപ്പം ഇടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കൊക്കെ സ്ലീവ്ലെസ് ഇട്ടത്. ചേച്ചി കുറേ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞ് ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ അതൊക്കെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആയിക്കോട്ടെ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക, നമ്മളെ കളിയാക്കുന്നവരൊന്നും മൈൻഡ് ചെയ്യാനേ പോകേണ്ടത്, അതൊക്കെ വിട്ട് കളയാം. ഞാനൊക്കെ കണ്ടോ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുക. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും ഇപ്പം വിളിക്കുമ്പോൾ എന്നോട് പറയും വീണെ പണ്ട് നീ ഒറ്റയ്ക്ക് ഇന്ന് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും അച്ഛനോ അമ്മയോ ആരെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തന്നെ എല്ലാ കാര്യത്തിനും ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ എനിക്ക് കോഴ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോഴ്സിന് കാര്യം. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേറെ എന്തൊക്കെയോ പറ, അതാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാത്ത കേട്ടോ. രണ്ടാമത്
മോനുണ്ടായി കഴിഞ്ഞപ്പോൾ അവന് ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സമയത്തും അവനൊരു 1.5, 2, 3 വയസ്സൊക്കെ 1.5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അല്ല മോനെ പ്രഗ്നൻ്റ് ആകുന്നതിന് രണ്ടാമത്തെ മോനാകുന്നതിന് മുമ്പ് ഞാൻ എന്തോ ചെയ്തു, ഈ ജോലിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്തും ഒരു RSDയുടെ ജോലിക്ക് ഒരു 6 മാസത്തെ ഗ്യാപ്പ് വന്നു. 6 മാസം വരെ ആ ജോലി കഴിഞ്ഞിട്ട് 6 മാസം ഞാൻ വീട്ടിൽ ഇരിക്കാൻ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഈ 6 മാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അമ്മ തയ്ക്കുമല്ലോ, അമ്മ നല്ലപോലെ തയ്ക്കും, എൻ്റെ ഡ്രസ്സും ഞാൻ പഴയ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇടാം, എൻ്റെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു തരുന്നത്, തയ്ച്ചു തരുന്നത് നല്ലൊരു പണ്ട് ഞങ്ങളുടെ അമ്മയായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങളുടെ ആ ഭാഗത്തെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഫാഷൻ ഡിസൈനിങ് എനിക്ക് തയ്ക്കാൻ അറിയാം. അന്നേരം ഒരു നല്ലൊരു എന്തുവാ അമ്മ പറഞ്ഞൊക്കെ അറിയാമെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു, ഒരു 1 ഇയർ കോഴ്സ് പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ പോയി. അതൊക്കെ ഭയങ്കര രസമുള്ള കഥയാണ്. അവിടുത്തെ യൂണിഫോമും ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്തതാണ്. യൂണിഫോം ബ്ലൂവും അജറക്കിൻ്റെ മോഡൽ ഇറങ്ങിയ സമയം അജറക്കിൻ്റെ ബ്ലൗസും മെറൂൺ ബ്ലൗസും ഇപ്പോഴത്തെ മോഡൽ സോഫ്റ്റ് സിൽക്ക് സാരി ഇല്ലേ, എന്താ പേര്, വിചിത്ര സിൽക്സിൻ്റെ ബ്ലൂ കളർ ഷെയ്ഡും മെറൂൺ കളറ് റെഡിഷ് മെറൂൺ കളറ് ബ്ലൗസ് യൂണിഫോം. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഒരു 1 ഇയർ കോഴ്സ് പഠിക്കാൻ പോയി. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഫാഷൻ ഡിസൈനിങ്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഒരു മേഖലയിൽ ഞാൻ എല്ലായിടത്തും ഉണ്ട്. പഠിക്കാനാണെങ്കിലും ഈ പറഞ്ഞ ജോലിക്കാണെങ്കിലും ഞാൻ കറുപ്പാൻ പറഞ്ഞ് മാറി നിൽക്കില്ല. അപ്പം എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ എനിക്ക് അത്യാവശ്യം തയ്ക്കാൻ അറിയാൻ കൂടെ, ഞാൻ നല്ല ബ്ലൗസും എല്ലാം തയ്ക്കും, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എല്ലാം തയ്ക്കും. ഇവിടെ ചേട്ടായി ഞങ്ങൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ താമസിച്ച വീട്ടിൽ ആൻറ്റിയുണ്ട്. ആൻറ്റിക്ക് തയ്യൽ മെഷീനുണ്ട്, മറ്റേ എംബ്രോയ്ഡറി ഒക്കെ ഉള്ള സ്റ്റിച്ചിങ് മെഷീനുണ്ട്. അപ്പം സ്വിങ് മെഷീൻ എടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞു, വീണ സ്വിങ് മെഷീൻ എടുത്ത് തയ്ക്കുക. ഞാൻ പറയില്ല ആൻറ്റി, തയ്ക്കുന്ന എനിക്ക് ഭയങ്കര പാഷനാണ്, പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ശരിയാത്തതുകൊണ്ട് തയ്ക്കാനൊന്നും നിന്നില്ല, എൻ്റെ പാത്രമൊക്കെ തയ്ക്കും. അപ്പം സ്വിങ് മെഷീനൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ തയ്ക്കുമായിരുന്നു. കുഞ്ഞിക്കിളിക്ക് ഇപ്പം അവളിടുന്ന ഓരോ ഡ്രസ്സുകൾ പട്ടുപാവാടയും ബ്ലൗസും ഉടുപ്പൊക്കെ അത് ഞാനും ചേട്ടനും കൂടെ തമ്മിൽ ഡിസൈൻ ചെയ്തൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ മേഖലയിലും ഞാനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതായത് കറുപ്പാന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിട്ടില്ല. നമ്മളെ തോൽപ്പിക്കാൻ എന്താണോ വരുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള എഡ്യൂക്കേഷനും അതിന് അനുഭവങ്ങളും വേണം. കറുപ്പാണ് മറ്റേ നമ്മൾ മാറ്റി നിർത്താൻ ഒരിടത്തും മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഒട്ടുമേ മാറി നിൽക്കത്തില്ല. അതിനിടയിൽ കൂടെ തന്നെ ഞാൻ ഇത്രയും എഡ്യൂക്കേഷൻ, അപ്പോൾ ഇതെല്ലാം PhD ബേസ് കോഴ്സുകളാണ് ഞാൻ എടുത്ത് പഠിച്ചതെല്ലാം. അപ്പോൾ ഞാൻ ഈ PSC ഓഫീസിൽ നിന്ന് ഓരോ വർഷവും ഈ ഓരോ കോഴ്സ് വെച്ചിട്ട് ഞാനത് PSC ഓഫീസിൽ ചെന്നിട്ട് അതെല്ലാം എംപ്ലോയ്മെൻറ്റ് ചെന്ന് അത് രജിസ്റ്ററൂടെ ചെയ്യും കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രാർത്ഥനയും കൊണ്ട് ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനത് പരിശ്രമിക്കുന്നതുകൊണ്ട് അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഡേറ്റ എൻട്രിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ നീ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഞാൻ എൻ്റെതായിട്ടുള്ള വർക്ക് ഓൺലൈനും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് പബ്ലിക് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലാക്ക് ആണെന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും നമ്മളേ ഉള്ളൂ. അതായത് ഫാമിലി ഇല്ലെന്നല്ല, ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു കണക്കിന് എന്നെ കുറിച്ച് നോക്കിയപ്പോൾ ഭയങ്കര അഭിമാനവും കാണും. കാരണം എൻ്റെ മോള് എന്തൊക്കെ പ്രതിസന്ധി കടന്നു പോകുന്നു വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. അപ്പം ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ട, വരുന്ന കമൻറ്റുകൾ മൈൻഡ് ചെയ്യേണ്ട. ഞാനൊക്കെ അങ്ങനെയാണ്, എന്തോരം കമൻറ്റുകളാണ്, മൈൻഡ് ചെയ്യാനേ പോകണ്ട. നമ്മളായിട്ട് അങ്ങ് ജീവിക്കുക. താങ്ക് യു വെരി മച്ച്.